കർക്കിടം കഴിയാറായി, ചിങ്ങം എത്താറായി, ഓണം ഇങ്ങ് അടുക്കുകയാണ്. പക്ഷേ എന്താണ് കാര്യങ്ങൾ? ഓണം എത്താനിരിക്കുമ്പോൾ സംസ്ഥാനത്ത് അരിവില കുതിച്ചുയരുകയാണ്. ഓണം ഉണ്ണണ്ടേ നമുക്ക് എന്ന് തോന്നും. ഈ മാസം കിലോയ്ക്ക് 5 രൂപ മുതൽ 10 രൂപ വരെയാണ് വില വർദ്ധിച്ചിരിക്കുന്നത്. വിലക്കയറ്റം തടയാൻ FCI അടിയന്തരമായി വിപണിയിൽ ഇടപെടണമെന്ന ആവശ്യവുമായി ചേംബർ ഓഫ് കൊമേഴ്സ് രംഗത്തെത്തിയിട്ടുണ്ട്. ഉൽപാദന മേഖലയിലെ പ്രതിസന്ധി കേരളത്തെ നേരിട്ട് ബാധിക്കും. FCIയുടെ കൈവശമുള്ള അരി സ്വകാര്യ വ്യാപാരികൾക്ക് ഈ ലേലം വഴി അടിയന്തരമായി ലഭ്യമാക്കണമെന്നും ചേംബർ ഓഫ് കൊമേഴ്സ് അംഗങ്ങൾ ആവശ്യപ്പെടും. നമ്മളെ തൊട്ടടുത്തുള്ള സംസ്ഥാനത്തൊക്കെ മഴ കുറഞ്ഞുകൊണ്ട് ആ റൈസ് കൾട്ടിവേഷൻ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്തു. അപ്പോൾ അവിടെ തന്നെ പൂഴ്ത്തിവയ്പ്പ് തുടങ്ങി. പൂഴ്ത്തിവെച്ച് തുടങ്ങുമ്പോൾ എന്ത് പറ്റുന്നു, ഇവിടെ അരിയുടെ സപ്ലൈ കുറഞ്ഞു. പിന്നെ അരിയുടെ വിലയെന്ന് പറയുന്നത് 5 തൊട്ട് 7, 8, 10 രൂപ വരെ കൂടിയിട്ടുണ്ട്. എൻ്റെ സൊല്യൂഷൻ എന്താണെന്ന് നോക്കുമ്പം ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഇടപെട്ടാലേ പറ്റൂ. അടിയന്തരമായിട്ട് ഇത് ഇടപെടണം. മാർക്കറ്റ് ഇൻ്റർവെൻഷൻ ഉണ്ടായില്ലെങ്കിൽ ഇപ്പോഴേ ഓണം വരാൻ പോവുകയാണ്. ഓണം വന്നു കഴിഞ്ഞാൽ കാര്യം കൈവിട്ടു പോകും. അപ്പം ഇതിനുള്ള ആഡിക്വേറ്റ് ക്വാണ്ടിറ്റീസ്, ഇതിന് വേണ്ടിയുള്ള ക്വാണ്ടിറ്റീസ് ഫുഡ് കോർപ്പറേഷൻ്റെ കയ്യിൽ റിലീസ് ചെയ്യണം. അപ്പോൾ അവർക്ക് റിലീസ് ചെയ്യാൻ ഓപ്പൺ മാർക്കറ്റ് സെയിൽ സ്കീമുണ്ട്. ഡൊമസ്റ്റിക് ഓപ്പൺ മാർക്കറ്റ് സെയിൽ സ്കീം വഴി ആ റൈസ് അവൈലബിൾ ആക്കിയാൽ 100% നമ്മുടെ മാർക്കറ്റിൽ വില. അതാണ് അവരുടെ ഒരു നിർദ്ദേശമായി വരുന്നത്. അരുൺ സോളമൻ ഉണ്ട് ചാല മാർക്കറ്റിൽ. അരുൺ, എത്രത്തോളം വില കൂടുന്നുണ്ട്? ഇപ്പോൾ 10 രൂപയ്ക്ക് അടുത്ത് വില കൂടിയിട്ടെന്ന് മനസ്സിലാക്കുന്നു. എല്ലാ അരിയുടെയും, എല്ലാ തരത്തിലുള്ള അരിയുടെയും അവസ്ഥ ഇതാണോ? എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? വ്യാപാരികൾ എന്താണ് പറയുന്നത്? വിനീത, കേരളം പ്രധാനമായും ആശ്രയിച്ച് നിൽക്കുന്നത് തമിഴ്നാട്, കർണാടക, ആന്ധ്ര അടക്കമുള്ള സംസ്ഥാനങ്ങളെയാണ്. അരിയുടെ കാര്യത്തിൽ മാത്രമല്ല, പച്ചക്കറി അടക്കമുള്ള കാര്യങ്ങൾ. പക്ഷേ ഇപ്പോൾ നിലവിൽ തന്നെ ഈ സംസ്ഥാനങ്ങളിലൊക്കെ കഴിഞ്ഞ 2 മാസത്തിലധികമായി കാര്യമായിട്ടുള്ള മഴക്കുറവ് കാരണം തന്നെ നിലവിൽ ഈ നെല്ലുൽപാദനത്തിൽ വലിയ കുറവ് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് മില്ലുടമകൾ അടക്കമുള്ളവർ പങ്കുവെക്കുന്നത്. മറ്റൊന്ന്, കേന്ദ്ര സർക്കാർ ഈയിടെയായിട്ട് വിദേശത്തടക്കം ഈ അരി കയറ്റുമതി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചില നിയന്ത്രണങ്ങളും അതുപോലെ തന്നെ തീരുവ അടക്കം അതിൽ ചില ഇളവുകൾ വരുത്തിയതിന് പിന്നാലെ തന്നെ രാജ്യത്ത് നിന്നും വലിയ തോതിൽ അരി കയറ്റുമതി നടത്തി വരുന്നതും രാജ്യത്ത് അരിയിൽ വലിയൊരു കുറവ് വന്നിട്ടുണ്ട്. നിലവിൽ നമുക്ക് കിട്ടിയ കണക്കുകൾ പ്രകാരം തന്നെ ഈ ഒരു മാസം പോലുമില്ല, അതായത് ഈ ജൂലൈ മാസം 1-ാം തീയതി മുതൽ ജൂലൈ മാസം 24 വരെയുള്ള കണക്കുകൾ പരിശോധിക്കുമ്പോൾ തന്നെ കിലോയ്ക്ക് 5 രൂപ മുതൽ അത് 10 രൂപ വരെ ഉയർന്നിട്ടുണ്ട് എന്നുള്ളതാണ്. നമുക്കിപ്പോൾ കാണുന്ന ഈ പവിഴം, മട്ട, വടി അരി അടക്കമുള്ളവർ ഇപ്പോൾ ഇവിടെ വരുമ്പോൾ തന്നെ ചാലയിൽ വരുമ്പോൾ ഈ അരിയൊക്കെ ഇപ്പോൾ നേരത്തേക്കാൾ നമുക്ക് കിട്ടിയ കണക്കുകളെക്കാൾ കൂടുതൽ വില ഉയർന്നിട്ടുണ്ട്. കാരണം ഇവിടെ ഉള്ള ഉടമകളൊക്കെ പറയുന്നത് പല ക്വാളിറ്റിക്കാണ് ഇപ്പോൾ മാർക്കറ്റിൽ അരി വരുന്നുണ്ട് എന്നുള്ളതാണ്. ചേച്ചി, ഈ ആന്ധ്രയിൽ നിന്ന് വരുന്ന സൂര്യകാരിക്ക് ഇവിടെ എങ്ങനെയാണ് വില? ഇവിടെ ഇപ്പോൾ 2530 രൂപയുണ്ട് ഒരു ബാഗ്, 50 കിലോയുടെ ബാഗിന്റെ റേറ്റ്. കിലോയ്ക്ക് എങ്ങനെ വരും? അത് കിലോയ്ക്ക് ഒരു 51 രൂപ അങ്ങനെ വരും. കൂടിയ ക്വാളിറ്റി ഉണ്ടോ? കൂടിയ പവിടം വടി ചമ്പാവരിയാണ്, അതിന് ഇപ്പോൾ 64 രൂപ ആയിട്ടുണ്ട്. റീസെന്റ് ഒരുപാട് കൂടിയതാണ്, പെട്ടെന്നായിരുന്നു ഇത്രയും കൂടിയത്. കുറഞ്ഞ 20-25 ദിവസം കൊണ്ട് കൂടിയതാണ്. അതെ അതെ തീർച്ചയായിട്ടും. അത് മാത്രമല്ല, ഇപ്പം ഫേമസ് ആയിട്ടുള്ളതാണ് ഈ കിടക്കുന്ന മില്ലറ്റ്സ് ഐറ്റംസ് ഇല്ലേ, അതായത് ചാമരി, ഇതിനൊക്കെ സഡനായിട്ട് കിലോയ്ക്ക് 45 രൂപ വരെ കൂടിയിട്ടുണ്ട്. അരി എങ്ങനെയാണ് വില ഇപ്പോൾ നിലവിൽ? ഇപ്പോഴത്തെ റേറ്റ് 54 രൂപയുണ്ട്. 54-56 രൂപ. അതും പെട്ടെന്നാണ് കൂടിയത്. 6 രൂപ 7 രൂപ അടുപ്പിച്ച് പെട്ടെന്ന് കൂടിയിട്ടുണ്ട്. പച്ചരിക്ക് എങ്ങനെയാണ് നിലവിൽ വില? പച്ചരി 45-40 രൂപ, അങ്ങനെ 2 സൈസ് ഉണ്ട്. അതും ഇതുപോലെ തന്നെയാണ്, എല്ലാം കൂടിയിട്ടേ ഉള്ളൂ. ചാക്കിൽ നോക്കുമ്പോൾ എങ്ങനെയാണ്, എത്രത്തോളം വ്യത്യാസം വന്നിട്ടുണ്ട്? ചാക്ക് നോക്കുമ്പോൾ തന്നെ കിലോയ്ക്ക് 200 രൂപ 250 രൂപ അടുപ്പിച്ച് ഒക്കെ റേറ്റ് വ്യത്യാസം വന്നിട്ടുണ്ട് വരുന്നത്. അത് അവർ പല റീസൺസ് പറയുന്നുണ്ട്. ഡീസലിന് വില കൂടിയ റീസൺ പറഞ്ഞിട്ടുണ്ട്, പിന്നെ ലോഡിംഗ് ചാർജിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പല നിലവിൽ കുറയുന്നുണ്ട്. നിങ്ങൾ ചോദിക്കുന്നത് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ ഇപ്പോൾ? ഇല്ല, നമ്മൾ പറഞ്ഞാൽ തന്നെ ഏകദേശം 2 ആഴ്ച 2.5 ആഴ്ചയൊക്കെ കഴിഞ്ഞിട്ടാണ് സാധനങ്ങൾ വരുന്നത്. പലപ്പോഴും ഇല്ല എന്ന് കണ്ടിന്യൂസ് ആയിട്ട് പറയേണ്ട അവസ്ഥകൾ വന്നിട്ടുണ്ട്. വിനീത, ഇവിടെ ചേച്ചി സൂചിപ്പിച്ചതുപോലെ തന്നെ നിലവിൽ ഇന്ധന വിലയിലുണ്ടായിട്ടുള്ള വർധനവ് അത് ശരിക്കും ഈ മില്ലുടമകളെ അടക്കം ബാധിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, ഈ വാടകയ്ക്കാണ് വലിയ കണ്ടെയ്നറുകളെയും അതുപോലെ തന്നെ ലോറികളെയൊക്കെ ആശ്രയിക്കുന്നത്. നിലവിൽ കഴിഞ്ഞ 3 മാസത്തിലധികമായി 10,000 രൂപ മുതൽ 20,000 രൂപയാണ് വാടക ഇനത്തിൽ മാത്രം വർധനവ് ഉണ്ടായിട്ടുള്ളത്. അതും ഈ അരിയുടെ ഇപ്പോൾ ഈ കിലോക്ക് ഉണ്ടായിട്ടുള്ള റേറ്റിൽ വലിയ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. ഈ 10 രൂപ മാത്രമല്ല, നമുക്കിപ്പോൾ ചാലിലെത്തുമ്പോൾ അത് 10-15 രൂപയ്ക്ക് ഉയരെ ഇപ്പോൾ ഒന്ന് പരിശോധിച്ചാൽ അരുൺ, തെലങ്കാന സോന മസൂരിക്ക് 65 രൂപയാണ് വിലയായിരിക്കുന്നത്. ആന്ധ്ര സുലേഖയ്ക്ക് സാധാരണയായി കുറച്ചുകൂടി ഉപയോഗിക്കുന്ന അരിയാണ് ആന്ധ്ര സുലേഖ, 49 രൂപ 50 പൈസയാണ്. തമിഴ്നാട് കുറുവയ്ക്ക് 40 രൂപയാണ്. ഒഡീഷ കുറുവയ്ക്ക് 40 രൂപയുണ്ട്. പൊന്നി അരി 40 രൂപയായിരിക്കുന്നു.
കർണാടക വടിമട്ടയ്ക്ക് 58 രൂപയാണ്. ആന്ധ്ര ജയ അരി കൂടുതലായി ഉപയോഗിക്കുന്നുണ്ട് മലയാളികൾ, അത് 45 രൂപയായിരിക്കുന്നു. അങ്ങനെ അരി വില കുതിക്കുന്നതാണ്. വിവിധ അരികളുടെ വില നിലവാരമാണ് നമ്മളിപ്പോൾ കണ്ടത്. അരുൺ സോളമൻ വിശദാംശങ്ങൾ നൽകിയായിരുന്നു.